പുതിയ നിയമത്തിൽ വരുമ്പോൾ കുഷ്ഠരോഗികളും അശുദ്ധരായവരെല്ലാം അവരെയെല്ലാം ചേർത്ത് നിർത്തുന്ന ദയാലുവായ യേശുക്രിസ്തുവും പഴയ നിയമത്തിൽ ഈ കൂട്ടരാരും അശുദ്ധരായവരും കുഷ്ഠരോഗികളാരും തന്നെ ഈ അതിന് ഇപ്പുറത്തോട്ട് വരുവാൻ കഴിയില്ല, അല്ലെങ്കിൽ അവരെ അനുവദിക്കാത്ത ദൈവം. പുതിയ നിയമത്തിൽ പാപിനിയായ സ്ത്രീയെ അവളുടെ പാപം ക്ഷമിച്ച് വിട്ടയക്കുന്ന യേശുക്രിസ്തുവും പഴയ നിയമത്തിലാകട്ടെ അവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് ആവശ്യപ്പെടുന്ന യാഹുവേ. പുതിയ നിയമത്തിൽ വാൾ തിരിച്ച് ഉറയിലിടുവാൻ പറയുന്ന യേശുക്രിസ്തുവും പഴയ നിയമത്തിൽ വാളെടുത്ത് വെട്ടുവാൻ ആഹ്വാനം ചെയ്യുന്ന യാഹുവേ. പുതിയ നിയമത്തിൽ ലോകരക്ഷകനായ ക്രിസ്തുവും പഴയ നിയമത്തിലാകട്ടെ യഹൂദന്മാരെ മാത്രം സംരക്ഷിക്കുന്ന ആ ഗോത്രങ്ങൾക്ക് മാത്രം സംരക്ഷണം നൽകുന്ന ഒരു ട്രൈബൽ ഗോഡ്. Is that the case? നമ്മുടെ കർത്താവും ദൈവവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ. particularly the principal of this seminary, the faculty members, students, എല്ലാവർക്കും ഗ്രീറ്റിംഗ്സ്. ഇങ്ങനെ ഒരു അവസരം ഗ്രേസൽസിൻ്റെ ഭാഗമായിട്ട് എനിക്കും ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിന്നെടുക്കുന്ന വിഷയം ഒരുപക്ഷെ ഏറ്റവും അധികം കോൺട്രവേഴ്സിക്ക് ഈ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനിറ്റിക്കുള്ളിലും ക്രിസ്ത്യാനിറ്റിക്ക് എതിരായിട്ടും സംസാരിക്കുന്നവർ ഈവൻ എക്സ്റ്റേണലി ആൻഡ് ഇൻറ്റേർണലി ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് അഗെയിൻസ്റ്റ് ദ ഗോഡ് ഓഫ് ദി ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്. പഴയ നിയമത്തിലെ ദൈവം ഒരു ക്രൂര ഗോത്രദേവനാണെന്ന്. നിങ്ങൾ ഈ വാദം കേട്ടിട്ടുണ്ടോ? യെസ്, ദ കോറസ് ഓഫ് യെസ് ടെൽസ് the noise of the controversy as well. ഒരുപക്ഷെ ക്രിസ്ത്യാനിറ്റിക്കെതിരെ ആദിമ കാലഘട്ടം മുതൽ തന്നെ ഉന്നയിക്കപ്പെട്ട ഒരു ആരോപണങ്ങളിലൊന്നാണ് ദ ഗോഡ് ഓഫ് ദി ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് ഈസ് ഈവിൾ ആൻഡ് ദ ഗോഡ് ഓഫ് ദ ന്യൂ ടെസ്റ്റ്മെൻറ്റ്, യേശു ക്രിസ്തുവും പഴയ നിയമത്തിലെ യാഹുവയും രണ്ട് എൻറ്റിറ്റീസ് ആണെന്നൊക്കെയുള്ള വാദം. ഞാൻ ഇന്ന് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ഇറ്റ്സ് എ ഹ്യൂജ് ടോപ്പിക്, ഇറ്റ്സ് എ സെൻസിറ്റീവ് ടോപ്പിക്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന 35-40 മിനിറ്റിനുള്ളിൽ I wouldn't boast to give a proper defense. പക്ഷേ ചില പോയിന്റേഴ്സ് മാത്രം ജനറൽ സെൻസിൽ സംസാരിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. റിച്ചർഡ് ഡോക്കിൻസ് എഴുതിയ ദ ഗോഡ് ഡെല്യൂഷൻ, മലയാളത്തിലേക്ക് രവിചന്ദ്രൻ സി എന്ന ഇംഗ്ലീഷ് അധ്യാപകൻ ട്രാൻസ്ലേറ്റ് ചെയ്ത പുസ്തകമാണ് നാസ്തികനായ ദൈവം. അതിൽ റിച്ചർഡ് ഡോക്കിൻസിൻ്റെ ഒരുപക്ഷെ ഏറ്റവും അധികം കോട്ട് ചെയ്യപ്പെട്ട ഒരു ഭാഗമാണ്. പക്ഷേ അത് ഇംഗ്ലീഷ് അധ്യാപകനായിരിക്കുന്ന രവിചന്ദ്രൻ സി തന്നെ മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് മനസ്സിലാകുവാൻ എനിക്ക് മലയാളം വായിക്കുവാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഈ ഭാഗം അദ്ദേഹം തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തില്ല. അദ്ദേഹം ചെയ്യുന്നത് ഡോക്കിൻസ് ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് ചില ഭാഗങ്ങൾ മാത്രം സമ്മറൈസ് ചെയ്ത് പറയുകയാണ്. കാരണം നാവ് കുഴപ്പിക്കുന്ന ചില അഡ്ജക്റ്റീവ്സ് ഉപയോഗിച്ചുകൊണ്ട് ഡോക്കിൻസ് പഴയ നിയമത്തിലെ ദൈവത്തിനെതിരെ ഉന്നയിക്കുന്ന ആരോപണം അത് ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ ആർഗ്യുമെന്റ് ദാറ്റ് ഹി മേക്സ്. ഇൻ ഹിസ് വേർഡ്സ്, ദ ഗോഡ് ഓഫ് ദി ഓൾഡ് ടെസ്റ്റ്മെന്റ് is arguably the most unpleasant character in all fiction, jealous and proud of it, petty, unjust, unforgiving, control freak, a vindictive, bloodthirsty ethnic cleanser, a misogynistic, homophobic, racist, infanticidal, genocidal, filicidal, pestilential, megalomaniacal, sadomasochistic, capriciously malevolent bully. Ella manasilayille? The gravity of the words used are such, ഒരുപക്ഷെ from a literature point of view, from the poetic point of view, this is brilliant. പക്ഷേ the wrath in his rant also guides me to wonder whether he is actually attacking mere fiction. ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള ക്യാരക്ടറിനെതിരെ ഇത്ര ക്രോധമോ, ഒരു ഫിക്ഷണൽ ആയിട്ടുള്ള ക്യാരക്ടറിനെതിരെ ഇത്ര രൂക്ഷമായി ഇമോഷണലായിട്ട് ആരും സംസാരിക്കാറില്ല. ബാറ്റ്മാനിലെ ജോക്കറോ അല്ലെങ്കിൽ അങ്ങനത്തെ ക്രൂരരായിട്ടുള്ള ഫിക്ഷണൽ ക്യാരക്ടേഴ്സിനെതിരെ നാം ഇങ്ങനെ റാത്ത്ഫുള്ളായിട്ട് സംസാരിക്കാറില്ല. അത് തന്നെ എവിടെയോ നാസ്തികർ ഈ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ എവിടെയോ ആ ദൈവത്തിൻ്റെ റിയാലിറ്റി അവരെ അലട്ടുന്നു എന്ന് വ്യക്തം. അപ്പം പുതിയ നിയമത്തിൽ പറയുന്ന യേശു ക്രിസ്തുവും പഴയ നിയമത്തിൽ നാം കാണുന്ന യഹോവയും തമ്മിൽ ഒരു ഇൻകംപാറ്റബിലിറ്റി. പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു എന്ന് നാം പറയുമ്പോൾ പൂർണ്ണ ദയാലുവായ, കമ്പാഷനേറ്റ് ആയ, ഫുൾ ഓഫ് ഗ്രേസ്, കൈൻഡ് ആയ ഒരു ദൈവം. പഴയ നിയമത്തിൽ ഒരു വെഞ്ച്ഫുൾ ബുള്ളി, അല്ലെ, ക്രൂരനായ ഒരു ഗോത്രീയ ദേവൻ. അങ്ങനെയാണോ? പുതിയ നിയമത്തിൽ വരുമ്പോൾ കുഷ്ഠരോഗികളും അശുദ്ധരായവരെല്ലാം അവരെയെല്ലാം ചേർത്ത് നിർത്തുന്ന ദയാലുവായ യേശുക്രിസ്തുവും പഴയ നിയമത്തിൽ
ഈ കൂട്ടരാരും, അശുദ്ധരായവരും കുഷ്ഠരോഗികളാരും തന്നെ ഈ അതിരിന് ഇപ്പുറത്തോട്ട് വരുവാൻ കഴിയില്ല, അല്ലെങ്കിൽ അവരെ അനുവദിക്കാത്ത ദൈവം. പുതിയ നിയമത്തിൽ പാപിനിയായ സ്ത്രീയെ അവളുടെ പാപം ക്ഷമിച്ച് വിട്ടയക്കുന്ന യേശുക്രിസ്തുവും പഴയ നിയമത്തിലാകട്ടെ അവളെ കല്ലെറിഞ്ഞു കൊല്ലണമെന്ന് ആവശ്യപ്പെടുന്ന യാഹുവേ. പുതിയ നിയമത്തിൽ വാള് തിരിച്ച് ഉറയിലിടുവാൻ പറയുന്ന യേശുക്രിസ്തുവും പഴയ നിയമത്തിൽ വാളെടുത്ത് വെട്ടുവാൻ ആഹ്വാനം ചെയ്യുന്ന യാഹുവേ. പുതിയ നിയമത്തിൽ ലോകരക്ഷകനായ ക്രിസ്തുവും പഴയ നിയമത്തിലാകട്ടെ യഹൂദന്മാരെ മാത്രം സംരക്ഷിക്കുന്ന, ആ ഗോത്രങ്ങൾക്ക് മാത്രം സംരക്ഷണം നൽകുന്ന ഒരു ട്രൈബൽ ഗോഡ്. ഇസ് ദാറ്റ് ദ കേസ്? ഒന്നാം നൂറ്റാണ്ട് അല്ലെങ്കിൽ സഭയുടെ ചരിത്രം നാം നോക്കുമ്പോൾ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനെ ഒരു ആരോപണം, മാർസിയൻ ഹെറസി. ഞാൻ സംസാരിക്കുന്ന ഓഡിയൻസ് ഈ വക കാര്യങ്ങളെപ്പറ്റി ഓൾറെഡി അറിവുള്ളവരാണ്. നിങ്ങളെല്ലാം സെമിനാരി സ്റ്റുഡൻസ് ആണ്. അതുകൊണ്ട് ഇതൊന്നും വിവരിക്കേണ്ട കാര്യം എനിക്ക് അധികം വരുന്നില്ല, അല്ലേ? മാർസിയനിസം, ഈ ഒരു ആരോപണം ആദ്യ നൂറ്റാണ്ടുകളിൽ തന്നെ സഭയുടെ ഉള്ളിൽ നിന്ന് തന്നെ ഈ ഒരു ഹെറസി വന്നതാണ്. സഭാപിതാക്കന്മാര് അത് ചവിട്ടുകൊട്ടയിലേക്ക് കാസ്റ്റ് ഇൻ ടു ദ ഡസ്റ്റ്ബിൻസ് ഓഫ് ഹിസ്റ്ററി. പക്ഷേ ഇന്ന് അത് വീണ്ടും റീപാക്കേജ് ചെയ്തുകൊണ്ട് നാസ്തികരും അതുപോലെ തന്നെ ഹെററ്റിക്കലായിട്ടുള്ള പല വോയിസസും ഇന്നുണ്ട്. സം പ്രിലിമിനറി നോട്ട്സ് ബിഫോർ ഐ മൂവ് ഫോർവേഡ്. Again, because you are seminary students, I would just state it, and you are already aware of these doctrines. One is the doctrine of the unity and consistency of God. അല്ലേ? പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം, God of the Old Testament എന്ന പ്രയോഗം തന്നെ തെറ്റാണ്. ഇറ്റ്സ് എ മിസ്നോമർ. പഴയ നിയമത്തിലൊരു ദൈവവും പുതിയ നിയമത്തിലൊരു ദൈവവും എന്ന് പറയുന്ന രണ്ട് എൻറ്റിറ്റീസ് ഇല്ല. ബൈബിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഏക സത്യ ദൈവത്തെയാണ്. That is called the doctrine of unity and the consistency of God. Number 2, the divine inspiration of the Bible. എല്ലാ തിരുവെഴുത്തുകളും എല്ലാ സ്ക്രിപ്ചേഴ്സും ദൈവശ്വാസികമാണ്, God breathed ആണ്. 2 തിമോത്തിയോസ് 3:16, you are aware of the words that all scriptures, the Old Testament and the New Testament, is breathed by God. And third, അതാണ് ഞാൻ അല്പം സ്ട്രെസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, the unity of the Bible and progressive revelation. അതായത് ബൈബിൾ ഒരു ഒറ്റപ്പെട്ട ഗ്രന്ഥമല്ല, അല്ലേ? 40-ലധികം എഴുത്തുകാര് പല ചരിത്ര ടൈം പോയിന്റ്സിൽ ഇരുന്ന് എഴുതിയ പുസ്തകങ്ങളുടെ ഒരു ലൈബ്രറിയാണ് ബൈബിള്. ചരിത്രത്തിൻ്റെ ഒരു സിംഗിൾ ത്രെഡ് ബൈബിളിൽ കാണുവാൻ കഴിയും. ആദ്യം ദൈവം മനുഷ്യനെ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. അതിനുശേഷം മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് മനുഷ്യൻ ചെയ്യുന്ന പാപവും അതിൻ്റെ ആഫ്റ്റർ മാത്തും വിവരിച്ചു വരുന്ന പഴയ നിയമവും അതിൻ്റെ ഏറ്റവും ഒടുവിൽ അതിൻ്റെ സൊല്യൂഷനായിട്ട് വരുന്ന രക്ഷിതാവിനെ കംപ്ലീറ്റ് ഹിസ്റ്ററി പാക്കേജ് ചെയ്യുന്ന പുസ്തകമാണ് ബൈബിൾ, അല്ലേ? ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദ ജെനസിസ്, എല്ലാത്തിൻ്റെ ഉൽപ്പത്തി പറഞ്ഞ് ഇറ്റ് സ്റ്റാർട്ട്സ്, ആൻഡ് ഒടുവിൽ ഈ കാലത്തിൻ്റെ അതിരുകൾക്കപ്പുറത്ത് എവിടെയാണ് ചരിത്രം എത്തിച്ചെല്ലുന്നുള്ള കൃത്യമായ ധാരണ തന്നിട്ടാണ് ബൈബിൾ എഴുതി അവസാനിക്കുന്നത്. ബൈബിൾ ഇസ് എ കമ്പോസിറ്റ് സ്റ്റോറി ഓഫ് ദ സാൽവിഫിക് റിഡംപ്റ്റീവ് വർക്ക് ഓഫ് ഗോഡ്. ഞാനിത് ഈ പ്രിലിമിനറി ആയിട്ട് പറയുന്നത് ബിക്കോസ് when I go on in the talk you will realize why this is important to understand the Old Testament. Old Testament was always in anticipation of the coming of Christ. പഴയ നിയമം യേശുക്രിസ്തുവിൻ്റെ വരവിനായി കാത്തു നിൽക്കുന്ന ഒരു രംഗമാണ് നാം പഴയ നിയമത്തിൽ മുഴുവനായിട്ട് കാണുന്നത്. പ്രവചനങ്ങളാകട്ടെ, മോശയുടെ ന്യായപ്രമാണമാകട്ടെ, സങ്കീർത്തനങ്ങളാകട്ടെ. അതുകൊണ്ടാണല്ലോ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൽ എമൗസിലേക്ക് പോകുന്ന ശിഷ്യന്മാരോട് കർത്താവ് സംസാരിക്കുമ്പോൾ കർത്താവ് പറയുന്ന വാചകങ്ങൾ, അയ്യോ മൂഢന്മാരെ, you fools who are not believing what Moses, the prophets, the Psalms said about me. അവരെല്ലാം എന്നെ പറ്റിയാണ് പ്രസ്താവിച്ചത്. So Old Testament was always preparing for the coming of the Messiah. So in essence, without the Old Testament, Christianity does not really stand. പഴയ നിയമം ഇല്ലെങ്കിൽ, ചിലപ്പോൾ നാം ക്രിസ്ത്യാനിറ്റിയെ പറ്റി ഒന്നും അറിയാത്തവരോട് സംസാരിക്കുമ്പോൾ 2000 വർഷം മുമ്പ് വന്ന മതത്തിൽ നിങ്ങൾ എന്തിനാ വിശ്വസിക്കുന്നത്? അതിന് മുമ്പും മനുഷ്യർ ഇല്ലായിരുന്നോ? ഉണ്ടായിരുന്നു. അതാണ് പഴയ നിയമത്തിൻ്റെ ചരിത്രം. ഫ്രം ആദ്യ മനുഷ്യൻ ഏകദൈവ സങ്കല്പം മുതൽ താഴോട്ട് ചരിത്രം മൊത്തം പറഞ്ഞു വന്നു കഴിഞ്ഞിട്ട് ആ കംപ്ലീറ്റ് സ്റ്റോറിയുടെ ബാക്ക്ഡ്രോപ്പിലാണ് പുതിയ നിയമം അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി വരുന്നത്. സോ ദി ഓൾഡ് ടെസ്റ്റ്മെന്റ് ഈസ് ദ റൈറ്റ് ബാക്ക്ഡ്രോപ്പ് ഫോർ ക്രിസ്ത്യാനിറ്റി. അത് തിരിച്ചും പറയുവാൻ കഴിയും, പുതിയ നിയമം ഇല്ലാതെ ഓൾഡ് ടെസ്റ്റ്മെന്റും കംപ്ലീറ്റ് അല്ല. Old Testament is incomplete without the New Testament. കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം, ഞാൻ ഈ ബിബ്ലിക്കൽ എവിഡൻസ് തരുന്നത് നിങ്ങൾ ജസ്റ്റ് നോട്ട് ഡൗൺ, യു ക്യാൻ റീഡ് ഇറ്റ് ലേറ്റർ. John 5:39 കർത്താവ് പറയുകയാണ് to the Jews that നിങ്ങൾ തിരുവഴുത്തുകളിൽ you are searching for eternal life but you refuse to come to me because I am the climax of the Old Testament.
and this narrative actually flows throughout. So ഈ preliminary points വെച്ചുകൊണ്ട് ഞാൻ 2 മേജർ തീംസ് ആണ് അഡ്രസ് ചെയ്യുന്നത്. ഒന്ന്, പഴയ നിയമത്തിലെ ന്യായപ്രമാണങ്ങളും ചട്ടങ്ങളും. വാട്ട് ആർ ദേ? അല്ലേ, പഴയ നിയമത്തിലെ ന്യായപ്രമാണത്തിൽ ഇന്നിപ്പോൾ ജസ്റ്റ് അലൻ സംസാരിച്ചപ്പോൾ ഹോമോസെക്ഷുവാലിറ്റി അത്ര കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പഴയ നിയമത്തിലെ ന്യായപ്രമാണം അനുസരിച്ച് എന്താണ് അതിൻ്റെ സൊല്യൂഷൻ? കല്ലെറിഞ്ഞ് കൊല്ലുക. അത് ഇച്ചിരി കടുപ്പമല്ലേ? ദി ഓൾഡ് ടെസ്റ്റ്മെന്റ് ലോസ് ആൻഡ് ഡിക്രീസ്, വാട്ട് ആർ ദി? അതിൻ്റെ കോണ്ടെക്സ്റ്റും എന്താണ്? വാട്ട് എക്സാക്ട്ലി ഈസ് ദ പെന്ററ്റൂക്ക്? സെക്കൻഡ് തീം ദാറ്റ് ഐ എം ഗോയിങ് ടു അഡ്രസ് ഇസ് ദ ഡിവൈൻ ഡിക്റ്റേഷൻസ് ഓഫ് വാർ ആൻഡ് ജിനോസൈഡ്. ദൈവം തന്നെ കൊല്ലാൻ പറയുന്നതും ദൈവം തന്നെ ഉന്മൂലനാശം ചെയ്യാൻ പറയുന്ന പാസേജസ്. ഇത് ഒബ്വിയസ്ലി ഓൾഡ് ടെസ്റ്റ്മെന്റ് മുഴുവനായിട്ട് അവിടെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. പക്ഷേ ഈ 2 തീം അഡ്രസ്സ് ചെയ്താൽ ഏകദേശം പഴയ നിയമത്തിൽ ദൈവത്തിനെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഈസ് ലാർജ്ലി അഡ്രസ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് വൺ, ദ ലോ ഓർ ദ പെന്ററ്റൂക്ക്, പഞ്ചഗ്രന്ഥങ്ങൾ. എന്താണ് പഞ്ചഗ്രന്ഥങ്ങൾ? നാം പലപ്പോഴും പർട്ടിക്കുലർലി ഈ പാസേജസ് വായിക്കുമ്പോൾ, പഴയ നിയമത്തിലെ ന്യായപ്രമാണവും ആ ചട്ടങ്ങളും പ്രമാണങ്ങളും ഒക്കെ വായിക്കുമ്പോൾ ഇത് നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന രീതിയിലാണ് വായിക്കുന്നത്. അതായത് ആധുനിക ലോകത്തിലെ ഡെമോക്രസിയും ജനാധിപത്യവും ഹ്യൂമൻ റൈറ്റ്സും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നാം ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. പക്ഷെ അത് അങ്ങനല്ല ചെയ്യേണ്ടത്. സി ദ റീസൺ വി കോൾ ഇറ്റ് ദി ഓൾഡ് ടെസ്റ്റ്മെന്റ്, പഴയ നിയമം എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം തന്നെ എന്താ? ആ ചട്ടങ്ങൾ ആർ ക്രിസ്ത്യൻസ് സ്റ്റോണിങ് ദി അഡൾട്ടറസ്? നാം ആരെങ്കിലും കല്ലെറിഞ്ഞ് കൊല്ലുകയോ അല്ലെങ്കിൽ ക്യാപിറ്റൽ പനിഷ്മെൻറ്റ് അത്രയും എന്തെങ്കിലും നാം ചെയ്യാറുണ്ടോ? ഇല്ല. ഇത് കൊടുത്ത ആർക്കാണ്? യഹൂദന്മാർക്കാണ്, ഒരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിക്കാണ്, ഒരു പർട്ടിക്കുലർ സൊസൈറ്റിക്കാണ്. അത് മാത്രമല്ല ഒരു പർട്ടിക്കുലർ ടൈം പീരിയഡിന് വേണ്ടിയാണ് ഈ പ്രമാണങ്ങൾ കൊടുത്തത്. അതിൻ്റെ റൈറ്റ് കോണ്ടെക്സ്റ്റും അതിനെ മനസ്സിലാക്കേണ്ടത് ഏൻഷ്യൻ നിയർ ഈസ്റ്റേൺ കോണ്ടെക്സ്റ്റ് ആണ്. നൗ ഈ ഏൻഷ്യൻ നിയർ ഈസ്റ്റേൺ കോണ്ടെക്സ്റ്റ് അല്പം ഇച്ചൂടെ ആസ് വി ഗോ ഹെഡ് ഞാൻ ഡിസ്ക്രൈബ് ചെയ്യും. ബട്ട് മേക്ക് ഷുവർ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് എക്സാക്ട്ലി വെയർ ദീസ് കൾച്ചേഴ്സ്. നാം പലപ്പോഴും ആധുനികതയുടെ ലെൻസിൽ കൂടെ അല്ലെങ്കിൽ ആ കണ്ണിൽ കൂടെ കാണുമ്പോൾ പലപ്പോഴും നാം മിസ് ചെയ്യുന്ന കാര്യമാണ്, പഴയ നിയമത്തിൽ ഈ യഹൂദന്മാർക്ക് ഈ പ്രമാണങ്ങൾ കൊടുക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ആധുനികത എന്ന് വിശേഷിപ്പിക്കാവുന്ന പുസ്തകമായിരുന്നു പെന്ററ്റൂക്ക്. റൈറ്റ്? ഐ വിൽ ജസ്റ്റ് ഗിവ് സം എക്സാമ്പിൾസ്. ആ കാലഘട്ടത്തിലെ എല്ലാ മതങ്ങളും അല്ലെങ്കിൽ എല്ലാ മിത്തോളജീസിലെല്ലാം മനുഷ്യന് ഒരു ലോ വ്യൂ ആയിട്ടാണ് കാണുന്നത്. അതായത് മനുഷ്യന് വലിയ പ്രോമിനൻസ് ഇല്ല, മനുഷ്യന് പറയാൻ തക്കവണ്ണം യാതൊരു വേർതിനെസ്സോ ഹ്യൂമൻ റൈറ്റ്സോ ഒന്നുമില്ല. അന്നത്തെ കാലഘട്ടമെല്ലാം എക്സ്ട്രീംലി അരിസ്റ്റോക്രാറ്റിക്കും ക്ലാസിസ്റ്റും പേട്രിയാർക്കലുമായ ഒരു സൊസൈറ്റി ആയിരുന്നു ആ കാലഘട്ടത്തിൽ. പക്ഷേ ഒന്ന് ഓർത്ത് നോക്കണമേ, പഞ്ചഗ്രന്ഥത്തിൻ്റെ പെന്ററ്റൂക്കിൻ്റെ ആദ്യത്തെ ശിലയിൽ തന്നെ നാം കാണുന്ന വാക്യങ്ങളാണ് ഇന്നത്തെ ആധുനിക ലോകത്തിൻ്റെ അടിസ്ഥാനമായി കാണുന്നത്. ഫസ്റ്റ് പേജ് ഓഫ് Genesis 1:27. God created man in his own image. He created them, male and female. അതാ ഫസ്റ്റ് പേജിൽ തന്നെ 1000 കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മോശെ എഴുതി വെച്ചു, which is the blueprint of modern democracy. ഇതിനെ വളരെ ആധികാരികമായി പഠിച്ച ചരിത്രകാരന്മാരും ഹിസ്റ്റോറിയൻസും പലരുണ്ട്. അതിൽ ഒരാളുടെ വർക്കിനെ ഊന്നിക്കൊണ്ടായിരിക്കും ഞാൻ സംസാരിക്കുന്നത്. ജോഷുവ ബർമാൻ എഴുതിയ ക്രിയേറ്റഡ് ഈക്വൽ, ഹൗ ദ ബൈബിൾ ബ്രോക്ക് അവേ ഫ്രം ഏൻഷ്യന്റ് പൊളിറ്റിക്കൽ തോട്ട്. അത് പബ്ലിഷ് ചെയ്തേക്കുന്ന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ്സാണ്. അതിൽ അക്കമിട്ട് അന്നത്തെ സമൂഹങ്ങളും അന്നത്തെ കൾച്ചേഴ്സും ആയിട്ട് കമ്പയർ ചെയ്തിട്ട് ബർമാൻ പറയുന്ന വാചകമുണ്ട്, ആ കാലഘട്ടത്തിൽ എല്ലാവരും തുല്യരാണെന്നുള്ളൊരു ബോധ്യം മനുഷ്യർക്ക് സെൽഫ് എവിഡന്റ് അല്ലായിരുന്നു. നിങ്ങളെല്ലാം സ്കൂളിൽ അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് വി ഹാവ് സ്റ്റഡീഡ്. 10ാം ക്ലാസ്സിൽ ആ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് തോമസ് ജെഫർസൺ ഡ്രാഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫ് ബൈഹാർട്ടായിട്ട് ഇറ്റ് വാസ് വൺ ഓഫ് ദോസ് ലോങ് ആൻസർ, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, വാട്ട് ഇസ് ദി ഓപ്പണിംഗ് പാരഗ്രാഫ് ഓഫ് ദി അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ്. അതുകൊണ്ട് തന്നെ അത് മെമ്മറൈസ് ചെയ്ത് ഇന്നും എനിക്ക് ഇറ്റ് ഇസ് ഓൺ ദ ടിപ്പ് ഓഫ് മൈ ടങ്. വി ഹോൾഡ് ദീസ് ട്രൂത്ത്സ് ടു ബി സെൽഫ് എവിഡന്റ് ദാറ്റ് ഓൾ മെൻ ആർ ക്രിയേറ്റഡ് ഈക്വൽ. അല്ലേ? വി ഹോൾഡ് ദീസ് ട്രൂത്ത്സ് ടു ബി സെൽഫ് എവിഡന്റ്. നാം ഇതിനെ സെൽഫ് എവിഡന്റ് ആയിട്ടാണ് കാണുന്നത്. പക്ഷേ അത് ആധുനിക പാശ്ചാത്യ ലോകത്തിൻ്റെ മൊറാലിറ്റിയിൽ നിന്നുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. പക്ഷേ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിൽ ചില ആഴ്ചകൾക്ക് മുൻപല്ലേ മണിപ്പൂരിൽ 2 സ്ത്രീകളെ കൂട്ടബലാത്സംഗം ചെയ്ത് അവരെ പബ്ലിക്ലി നഗ്നരായി പരേഡ് ചെയ്ത ട്രൈബൽ കൾച്ചേഴ്സ് ഇന്നും ലോകത്തിലുണ്ട്. അതുകൊണ്ട് വെസ്റ്റേൺ ആൾക്കാരോട് സംസാരിക്കുന്ന ആ ഒരു രീതിയിൽ എനിക്ക് സംസാരിക്കേണ്ട കാര്യമില്ല. നമുക്കറിയാം, ഇവിടെ അല്പം അരി മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യനെ
മൃഗത്തെക്കാളും ഹീനമായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ട് തല്ലിക്കൊന്ന ഒരു സംസ്ഥാനമാണ് നാം ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ മനുഷ്യരും തുല്യരാണെന്നുള്ള ബോധ്യം സെൽഫ് എവിഡന്റ് അല്ല. ജോഷുവ ബർമാന്റെ വാക്കുകൾ, ഇഫ് ദർ ഇസ് വൺ ട്രൂത്ത് that the ancients held to be self-evident, it was that all men were not created equal. If we maintain today that in fact they are endowed by their creator with certain inalienable rights, then it is because we have inherited, it is because we have inherited as part of our cultural heritage notions of equality that were deeply entrenched in the ancient passages of Pentateuch. അതായത് ആധുനിക ലോകത്തിൽ മനുഷ്യരെല്ലാം തുല്യരാണെന്നുള്ള ബോധ്യം നാം ചേർത്ത് പിടിക്കുന്നുവെങ്കിൽ മനസ്സിലാക്കണമേ, അത് പഞ്ചഗ്രന്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന തത്വമാണ്. we are all created equal. So the Pentateuch was revolutionary. പഴയ നിയമത്തിൽ നാം കാണുന്ന പെന്ററ്റൂക്ക് ഒരു റെവല്യൂഷന് തുടക്കമിട്ട ആധുനിക ലോകത്തിന്റെ ഫസ്റ്റ് ബ്ലൂ പ്രിന്റ് എന്ന് വിശേഷിപ്പിക്കുവാൻ കഴിയുന്നതാണ്. റെനെ കാസിൻ, ഇന്ന് നാം അംഗീകരിക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ്, യുണൈറ്റഡ് നേഷൻസിന്റെ ഹ്യൂമൻ റൈറ്റ്സ് ചാർട്ടർ ഡ്രാഫ്റ്റ് ചെയ്ത് ജൂറിസ്റ്റ് ആയിരിക്കുന്ന റെനെ കാസിൻ, അദ്ദേഹത്തിന് UDHR ഡ്രാഫ്റ്റ് ചെയ്തതിനാണ് നോബൽ പീസ് പ്രൈസ് കിട്ടുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിൽ, ദ കോൺസെപ്റ്റ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് കംസ് ഫ്രം ദ ബൈബിൾ, ഫ്രം ദ ഓൾഡ് ടെസ്റ്റ്മെന്റ്, പഴയ നിയമത്തിൽ നിന്നും, ഫ്രം ദ 10 commandments. I won't go quoting people here, but the point I'm saying is that scholars recognize that നമ്മുടെ ആധുനിക ലോകത്തിന്റെ ഫസ്റ്റ് ബ്ലൂ പ്രിന്റ് ആയിട്ട് കാണുന്നത് പഴയ നിയമത്തിലെ ന്യായപ്രമാണങ്ങളും പെന്ററ്റൂക്കും തന്നെയാണ്, the 5 books of Moses. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഓക്കെ 10 commandments is fine, 10 commandments യൂണിവേഴ്സൽ ആണ് അല്ലേ? ദൈവത്തെ സ്നേഹിക്കുക, നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക, obey your parents, അല്ലെങ്കിൽ ഈ പറയുന്ന ചട്ടങ്ങൾ എല്ലാം തന്നെ ഇറ്റ്സ് ഓക്കെ. ബട്ട് വാട്ട് അബൌട്ട് ദി അതർ ലോസ്? അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആ പ്രമാണങ്ങൾ ആ കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനത്തിന് കൊടുത്ത പ്രമാണങ്ങളാണ്. Now അതിലേക്ക് ഞാൻ പിന്നീട് വരാം, എന്തുകൊണ്ടാണ് why it was necessary. But before that ഞാൻ പറഞ്ഞ പോലെ ഏൻഷ്യൻ നിയർ ഈസ്റ്റേൺ കൾച്ചേഴ്സ്, ഇസ്രായേൽ ഒരു രാജ്യമാകുമ്പോൾ, അല്ലെങ്കിൽ ഈ അടിമകളെ ഈജിപ്തിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വന്ന് അവരെ ഒരു സമൂഹമായി, അവരെ ഒരു സൊസൈറ്റി ആയിട്ട് മാറ്റുമ്പോൾ, ആ കാലഘട്ടത്തിലെ മറ്റ് കൾച്ചേഴ്സ് എല്ലാം വേർ റാഡിക്കലി ഡിഫറെൻറ്റ്. ആ സമൂഹങ്ങളിലെല്ലാം തന്നെ രാജാവും പ്രജകളും തമ്മിൽ, രാജാവ് എന്ന് പറയുന്നത് ദൈവത്തിന് തുല്യനായിരുന്നു. അന്നത്തെ ഈജിപ്ഷ്യൻ സംസ്കാരത്തിൽ ഫറവോൻ എന്ന് പറയുന്നത് ദൈവമാണ്, ദൈവത്തിൻ്റെ പ്രത്യക്ഷ രൂപമായിട്ട്. അതുകൊണ്ടാണല്ലോ നാം കാണുന്ന ചിത്രത്തിലൊക്കെ ഫറവോന് ചുറ്റും ഒരു സർപ്പം കാണുന്നത്. യൂറിയസ് ദേവന്റെ ചിത്രമായിട്ടാണ് ഫറവോൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫറവോന് വിധേയപ്പെട്ട്, അത് മാത്രമല്ല ഈ സിറ്റിസൺസിന്റെ ഇടയിൽ തന്നെ there was great inequalities. ആ ഇൻഇക്വാലിറ്റീസിനെ എല്ലാം ഹൈലൈറ്റ് ചെയ്യുന്ന ട്രീറ്റീസ്, ആർക്കിയോളജിക്കൽ എവിഡൻസ് നമ്മുടെ പക്കൽ ഇന്നുണ്ട്. One would be the Treaty of Carthage, the Hittite king and the Pharaoh of Egypt തമ്മിൽ എഴുതിയ ഒരു ഉടമ്പടി, ഒരു covenantal structure, അതുപോലത്തെ പല ട്രീറ്റീസും നമ്മുടെ പക്കൽ ഇന്നുണ്ട്. So when you look through those treaties, ആ ട്രീറ്റീസ് എഴുതിയ അതേ ഫോർമാറ്റിലാണ് പഴയ നിയമത്തിൽ നാം കാണുന്ന ആവർത്തന പുസ്തകം ഉൾപ്പെടെയുള്ള ഈ ന്യായപ്രമാണത്തിന്റെ ഭാഗങ്ങളെല്ലാം അതേ സ്ട്രക്ചറിലാണ് എഴുതിയത്. ഞാൻ പറയുന്നതിന്റെ സാരം ഇത്രയേ ഉള്ളൂ. അന്നത്തെ കാലഘട്ടത്തിലെ രാജാക്കന്മാർ അല്ലെങ്കിൽ മഹാരാജാക്കന്മാർ, സോവറിൻസ്, അവരും അവരുടെ കീഴിലുള്ള ചെറിയ രാജാക്കന്മാർ, അതായത് സമാന്ത ദേശങ്ങൾ, ആ മെയിൻ അതോറിറ്റിക്ക് കീഴിലുള്ള പ്രിൻസ്ലി സ്റ്റേറ്റ്സും തമ്മിൽ, അവിടുത്തെ രാജാക്കന്മാർ തമ്മിൽ എടുക്കുന്ന ഉടമ്പടികൾ, ആ ഉടമ്പടികൾ ഈ രാജാക്കന്മാർ ബിഗ് കിങ്, ദ മൈറ്റി കിങ് ആൻഡ് ദി സ്മോൾ കിങ്സ് തമ്മിലുള്ള കവനൻസ് ആണ്. അതിൽ മറ്റ് അല്ലെങ്കിൽ സാധാരണക്കാരായ ജനങ്ങൾക്ക് യാതൊരു കോൺട്രിബ്യൂഷനും ഇല്ല. അവർക്ക് ആ കവനന്റിൽ യാതൊരു അധികാരവും ഇൻഹെറിറ്റൻസും ഒന്നും തന്നെ കൊടുക്കുന്നില്ല. ഞാൻ പറയുന്നതിൻ്റെ സാരം മറ്റൊന്നുമല്ല, അടിമകളായിരുന്ന, ലോകം കണ്ടിട്ടുള്ള അല്ലെങ്കിൽ ചരിത്രം കണ്ടിട്ടുള്ള ഏറ്റവും മൃഗീയമായ അടിമത്തം നിലനിന്നിരുന്ന സ്ഥലമായിരുന്നു ഈജിപ്റ്റ്. നാം ഇന്ന് ലോകത്തിലെ വണ്ടേഴ്സ് ആയിട്ട് കാണുന്ന പിരമിഡൊക്കെ ഇന്ന് വളരെ അത്ഭുതത്തോടെ കാണുമ്പോൾ ഓർക്കണം, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് അവിടെ ഏറ്റവും മൃഗീയമായ
അടിമത്തത്തിൻ്റെ സ്മാരകങ്ങളാണ് ആ പിരമിഡ്സ് ഒക്കെ. അത്രയധികം അടിമകളെ പീഡിപ്പിച്ച ആ അടിമക്കൂട്ടമായിരുന്നു ഇസ്രായേൽ ജനം. അവരെ അവിടുന്ന് വിടുവിച്ചു കൊണ്ടുവന്ന് ഒരു അധികാരവും ഒരു ഇൻഹെറിറ്റൻസും ഒരു അവകാശവും ഒരു ഹ്യൂമൻ റൈറ്റ്സും ഒരു ഹ്യൂമൻ വാല്യൂവും ഇല്ലാത്ത ആ കൂട്ടരെ അവിടുന്ന് വിടുവിച്ചു കൊണ്ടുവന്ന് അവർക്ക് അധികാരങ്ങളും അവകാശങ്ങളും ഇൻഹെറിറ്റൻസും കൊടുത്ത ആധുനികതയുടെ ആദ്യത്തെ ബ്ലൂ പ്രിന്റ് ആണ് പെന്ററ്റൂക്ക്. That is what you see in the 5 books of Moses. അതുകൊണ്ട് തന്നെയാണ് നാം വളരെ ലാഘവത്തോടെയാണ് വായിക്കുന്നത്, ദൈവം ഇസ്രായേലിന് ഒരു രാജാവിനെ കൊടുക്കുവാൻ ആഗ്രഹിച്ചില്ല. God did not give Israel a king. എല്ലാ മനുഷ്യരും രാജാക്കന്മാരായിരുന്നു. Every man was a king. Every man had his own inheritance. എല്ലാ മനുഷ്യർക്കും എല്ലാ കുടുംബത്തിനും എല്ലാ വ്യക്തികൾക്കും ആ സമൂഹത്തിൽ they had their inheritance. ഇത് വളരെ വ്യക്തമായിട്ട് ഞാൻ സൂചിപ്പിച്ച ക്രിയേറ്റഡ് ഈക്വൽ എന്ന അക്കാഡമിക് വർക്കിൽ ജോഷുവ ബർമാൻ ഇത് വ്യക്തമായിട്ട് വിവരിച്ചിട്ട് അദ്ദേഹം പറയുന്നത് ഇത് ആദ്യത്തെ ഇഗാലിറ്റേറിയൻ സൊസൈറ്റി ആയിരുന്നു. ദിസ് വാസ് ദ സമത്വം ഉള്ള ആദ്യത്തെ സമൂഹമായിരുന്നു ഇവിടെ വാസ് ഇറക്റ്റഡ് ത്രൂ ഇറ്റ്. നൗ ഇതെല്ലാം പറഞ്ഞാലും ഈ സമൂഹത്തിനുള്ളിൽ നിലനിന്നിരുന്ന ചില കർശനമായ നിയമങ്ങളാണ് നാം പലപ്പോഴും പഴയ നിയമത്തിൽ ദൈവത്തിനെതിരെ ഉന്നയിക്കാറ്. അതായത് അഡൾട്രസ് ആയിട്ടുള്ള സ്ത്രീയെ അല്ലെങ്കിൽ വ്യക്തിയെ കല്ലെറിഞ്ഞു കൊല്ലണം, അപ്പനെ അമ്മയും ധിക്കരിക്കുന്ന മകനെ കല്ലെറിഞ്ഞു കൊല്ലണം. ഇതൊക്കെ കേട്ടാൽ ഇത് ക്രൂരമല്ലേ എന്ന് നാം വിചാരിക്കുമെങ്കിലും ഒരു കാര്യം ഓർക്കണം, അന്നത്തെ കാലഘട്ടത്തിൽ there was no proper institution of family we heard about that in the last session about the definitions of marriage. അന്നത്തെ സമൂഹങ്ങളെല്ലാം തന്നെ ഇതേ പ്രാക്ടീസ് ഇൻസെസ്റ്റ്, ദേ പ്രാക്ടീസ് ഓൾ സോർട്സ് ഓഫ് അബ്നോർമാലിറ്റീസ്, അല്ലെങ്കിൽ ഇന്ന് നാം ഏറ്റവും മ്ലേച്ഛമെന്ന് വിശേഷിപ്പിക്കുന്ന എല്ലാ പ്രവണതകളും അവരുടെ സെക്ഷുവൽ എത്തിക്സിൽ കാണാമായിരുന്നു. അങ്ങനത്തെ ഒരു സമൂഹത്തിലാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ്, അങ്ങനത്തെ കൾച്ചേഴ്സിൻ്റെ ഇടയിലാണ് ദൈവം ഒരു സമൂഹത്തെ മാറ്റി നിർത്തിയിട്ട് അവർക്ക് കൃത്യമായിട്ടുള്ളൊരു മോറൽ കോഡ് കൊടുക്കുന്നത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ബൈബിൾ ഇസ് എ കമ്പോസിറ്റ് ബുക്ക്. അതുകൊണ്ട് തന്നെ ഈ സമൂഹത്തെ ദൈവം ഇലക്ട് ചെയ്തത് യഹൂദന് വലിയ പ്രത്യേകതയോ ഒന്നും ഉണ്ടായിട്ടല്ല, മറിച്ച് ആ സമൂഹത്തിലൂടെ ദൈവം സ്വയം വെളിപ്പെടുത്തും. ഞാൻ പലപ്പോഴും there's one question that comes up, that എന്തുകൊണ്ടാണ് യേശു ക്രിസ്തു ഇന്ത്യയിൽ വരാൻ, അല്ലെങ്കിൽ ഗ്രീസിലോ മറ്റ് സംസ്കാരങ്ങളിലോ ഒന്നും എന്തുകൊണ്ടാണ് യേശു ക്രിസ്തുവിൻ്റെ ജഡാവതാരമായിട്ട് ഇൻകാർണേഷനായിട്ട് ഈ സ്ഥലങ്ങളിലൊന്നും why did he not come? അതിൻ്റെ ഉത്തരം ഒന്നേ ഉള്ളൂ, ഇന്ത്യയിൽ വന്ന് ദൈവമാണെന്ന് പറഞ്ഞായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? കൊന്നേനെയോ? ഇല്ല, ഒരു ബാനിയൻ ട്രീയുടെ കീഴിൽ കൊണ്ടിരുന്ന് പൂജിച്ചേനെ. അത് തന്നെ ഗ്രീസും മറ്റ് സംസ്കാരങ്ങളെല്ലാം they would have done that. പക്ഷേ ദൈവം ആരാണെന്നും ഏക സത്യ ദൈവം അവൻ പരിശുദ്ധനാണെന്നും അവൻ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണെന്നും അവൻ എത്ര മഹാനാണെന്നും കൃത്യമായിട്ട് ഒരു സമൂഹത്തിന് വെളിപ്പെടുത്തി കൊടുത്തിട്ട് അവരുടെ ഇടയിൽ വന്നിട്ട് ഇവൻ ദൈവത്തോട് സമനാണെന്ന് പറഞ്ഞപ്പോൾ അവർ അലറി വിളിച്ചു, ദാ ദൂഷണം പറയുന്നു, ഹീസ് ടോക്കിംഗ് ബ്ലാസ്ഫമി. അങ്ങനത്തെ ഒരു സൊസൈറ്റിയെ വാർത്തെടുക്കുവാൻ ഫ്രം ദ ലാർജർ പോയിന്റ് ഓഫ് സാൽവേഷൻ these commandments were necessary. പാപത്തോട് zero tolerance. Adulterous woman should be stoned, or man or woman should be stoned to death. The homosexual should not be tolerated. The disobedient to parents, they should not be tolerated. അത് ഇന്ന് കേൾക്കുമ്പോൾ വളരെ we might find it a little uncomfortable. പക്ഷേ ആ കാലഘട്ടത്തിൽ അത് സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയായിരുന്നു. മനുഷ്യന് അല്ലെങ്കിൽ പുരുഷൻ അഡൾട്ടറി ചെയ്യുവാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഫാമിലിയുടെ ഇൻസ്റ്റിറ്റ്യൂഷനുള്ളിൽ തന്നെ അവൻ ജീവിക്കണം, അവൻ പ്രവർത്തിക്കണം. That when the children are asked to honor their parents, അവൻ്റെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ആയി തീരുകയാണ്, ഫോർ ദ ബെറ്റർമെൻറ്റ് ഓഫ് ദ ഇക്കോണമി ആസ് വെൽ, ദാറ്റ് അവൻ്റെ അപ്പനും അമ്മയും പ്രായമാകുമ്പോൾ അവരെ അവൻ സംരക്ഷിക്കണം. ഈ പ്രമാണങ്ങൾക്കെല്ലാം എതിരായിട്ട് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കുമ്പോൾ എത്ര ക്രൂരമായിട്ട് ഇന്ന് തോന്നുമെങ്കിലും അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ആധുനിക സൊസൈറ്റിയെ വാർത്തെടുക്കുകയായിരുന്നു ഈ പ്രമാണങ്ങളൊക്കെ തന്നെ. So this was the right context in which you should actually understand the Old Testament laws. Now, as I said, ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന കൾച്ചേഴ്സ് were all extremely violent and cruel. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഞാൻ സെക്കൻഡ് പാർട്ടിലോട്ട് പോവുകയാണ്. അവിടെ ഞാൻ when I go there I will explain about these cultures more.
ഡിഡ് ഗോഡ് കമാൻഡ് ജീനോസൈഡ്? ദൈവം ഉന്മൂലനാശം ചെയ്യാൻ അല്ലെങ്കിൽ ചില കൾച്ചേഴ്സിനെ കംപ്ലീറ്റ്ലി തുടച്ചു നീക്കുവാനുള്ള കമാൻഡ്മെൻറ്റ്സ് ദൈവം കൊടുത്തോ? ഇതിന് ചില വെസ്റ്റേൺ സ്കോളേഴ്സ്, ചില വെസ്റ്റേൺ ലെൻസിൽ നിന്ന് ഇല്ല എന്ന് ഉത്തരം പറയുന്നവരുണ്ട്. There's this concept called hagiographic hyperbole. നിക്കോളസ് വോൾട്ടർസ്റ്റോഫ് പോലെയും പോൾ കോപ്പാൻ പോലുള്ള സ്കോളേഴ്സ് അവർ മറ്റ് ഏൻഷ്യൻ്റ് ആയിട്ടുള്ള ഗ്രന്ഥങ്ങളുമായിട്ട് കമ്പയർ ചെയ്തിട്ട്, അതേ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഗ്രന്ഥങ്ങളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് അവർ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ എല്ലാവരെയും കൊന്നു കളഞ്ഞെന്നൊക്കെ പറയുന്ന പാസേജസ്, ബൈബിളിൽ നാം കാണുന്ന പല പാസേജസിലും ആ സമൂഹങ്ങളെല്ലാം കൊന്നു കളഞ്ഞു എന്ന് പറയുന്ന പാസേജസ് ഒന്നും അത് ലിറ്ററൽ അല്ല, അതൊരു എക്സാജറേഷൻ ആയിരുന്നു. അന്നത്തെ എഴുത്തുകളെല്ലാം തന്നെ, അത് ബൈബിൾ മാത്രമല്ല, ബൈബിളിന് പുറത്തുണ്ടായിരുന്ന എഴുത്തുകളിലൊക്കെ ഒരു യുദ്ധങ്ങളെ പറ്റി, വാർസിനെ പറ്റിയൊക്കെ എഴുതുമ്പോൾ അവർ അങ്ങനത്തെ ഭാഷയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിന് അവർ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്ന ഒന്ന് രണ്ട് എക്സാമ്പിൾസ് ഞാൻ വേഗം പറയാം. ദിസ് ഈജിപ്ഷ്യൻ ടെക്സ്റ്റ് ഫ്രോം 15th century BC, അല്ലെ 15ാം സെഞ്ചുറി BC യിൽ ടിഗ്മോസസ് III എന്ന ഈജിപ്ഷ്യൻ ലീഡറിന്റെ കീഴിൽ മിത്താനി സൈന്യത്തിനെതിരെ നടക്കുന്ന യുദ്ധത്തെപ്പറ്റി അദ്ദേഹം സ്വയം വിശേഷിപ്പിക്കുമ്പോൾ ഹീസ് ബോസ്റ്റിംഗ് ദാറ്റ് ആ സൈന്യം കംപ്ലീറ്റ്ലി വെർ ഡിസ്ട്രോയിഡ്, ദേ കംപ്ലീറ്റ്ലി പെരിഷ് ആസ് ദോ ദേ നെവർ എക്സിസ്റ്റഡ്. പക്ഷേ ചരിത്രം നാം നോക്കുമ്പോൾ അടുത്ത 100 വർഷം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ഒരു നൂറ്റാണ്ടിൽ വീണ്ടും ഈ കൂട്ടരെ പറ്റി പരാമർശിക്കുന്നത് നാം കാണുവാൻ കഴിയും. അതായത് അവരെ മൊത്തമായിട്ട് കൊന്നു കളഞ്ഞെന്ന് പറയുന്നത് അതൊരു പദപ്രയോഗം മാത്രമായിരുന്നു. ദാറ്റ് വാസ് ഓൺലി the language was used in that rhetoric. പക്ഷേ അവരങ്ങനെ അല്ല അത് മീൻ ചെയ്തത്. അതിൻ്റെ അർത്ഥം മറ്റൊന്നും അല്ലായിരുന്നു വളരെ ഭീകരമായിട്ട് അല്ലെങ്കിൽ വളരെ ലാർജ് സ്കെയിലായിട്ട് അവരെ കൊന്നൊടുക്കി, പക്ഷേ എല്ലാവരെയും ഉന്മൂലനാശം ചെയ്തു എന്ന അർത്ഥം അവിടെ വരുന്നില്ല എന്ന്. അതുപോലെ തന്നെ ദി ബുള്ളറ്റിൻ ഓഫ് റാമസീസ് 13th century ടെക്സ്റ്റ്, അങ്ങനെ പല എക്സാമ്പിൾസും ഏൻഷ്യൻ നിയർ ഈസ്റ്റേൺ വേൾഡിൽ കാണുവാൻ കഴിയും. അത് വെച്ചുകൊണ്ട് ഈ സ്കോളേഴ്സ് വാദിക്കുന്നത്, ഞാൻ ഈ ഒരു പെർസ്പെക്റ്റീവ് ആദ്യം മുൻപോട്ട് വെക്കുകയാണ്. ഈ സ്കോളേഴ്സ് വാദിക്കുന്നത് ദൈവം ഈ പറയുന്ന ജെനോസൈഡ് പാസേജസ് വാർ കോണ്ടെക്സ്റ്റിൽ അത് എക്സാക്ട്ലി എല്ലാവരെയും കൊന്നൊടുക്കിയതല്ല. they did not kill them all. അതിനവർ ബൈബിളിൽ നിന്ന് തന്നെ ചില എക്സാമ്പിൾസും you can state, ഞാൻ പറയുന്നതിൻ്റെ വ്യക്തത to get the clarity of it, നിങ്ങൾ വേണമെങ്കിൽ ആ പാസേജസ് വേഗം നോട്ട് ചെയ്തോ. ഞാൻ ആ പാസേജസിലേക്ക് പോകാൻ സമയമില്ലല്ലോ. 1 Samuel 15:20, അമാലേക്കരെ എല്ലാം കൊന്നു കളഞ്ഞു എന്ന് അണ്ടർ കിങ് സോൾ. ശൗൽ രാജാവിൻ്റെ കീഴിൽ എല്ലാ അമാലേക്കരെയും കൊന്നു കളഞ്ഞു, രാജാവ് മാത്രം ശേഷിച്ചു എന്ന് നാം വായിക്കുന്നു. പക്ഷേ അതേ എഴുത്തുകാരൻ തന്നെ 1 ശമൂവേലിലെ അതേ എഴുത്തുകാരൻ തന്നെ 27ാം അധ്യായം 8ാം വാക്യം വായിച്ച് നോക്കിയാൽ നാം കാണുന്നത് ദാവീദ് അമാലേക്കരെ റെയ്ഡ് ചെയ്തു, അല്ലെ? സോ ഇഫ് യു റീഡ് ദോസ് 2 passages, അതിൻ്റെ അർത്ഥം എന്താ? അമാലേക്കരെല്ലാവരും നശിച്ചു പോയില്ലായിരുന്നു, അതൊരു ഡിസ്ക്രിപ്റ്റീവ് യൂസേജ് മാത്രമായിരുന്നു. They all did not die. അങ്ങനെ പല പാസേജസും, Joshua 11:21 compare that to Joshua 15:13 and 14. അവിടെ we are reading about Anakim. So ഈ പാസേജസ് ഒക്കെ വെച്ചിട്ട് ഇവർ വാദിക്കുന്നത് ദാറ്റ് അവിടെ ജെനോസൈഡ് ദൈവം അല്ലെങ്കിൽ ആ പാസേജസ് ഒന്നും ജെനോസൈഡിനെ പറ്റി അല്ല പറയുന്നത്. And by the way, that also seems to be the case. കാരണം we see that they are repeating in the biblical story. They did not completely go out of existence. പക്ഷേ I have a huge problem with the view that is that basically അത് ഡിസ്ക്രിപ്ഷൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതായത് ജിനോസൈഡിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന പാസേജസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, പക്ഷേ പ്രിസ്ക്രിപ്ഷൻസിനെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ദൈവം നേരിട്ട് സംസാരിക്കുന്ന ഭാഗമുണ്ട്, that to completely wipe out these people. And I think and or rather I suspect that somewhere ഈ വെസ്റ്റേൺ ലെൻസുമായിട്ട് നാം ജെനോസൈഡിനെ കാണുമ്പോൾ we are tempted to think through those lens. But I would take that literally, that God did command to wipe out certain people. God did command to destroy certain cultures completely. അപ്പോൾ അത് ദൈവത്തെ ഒരു ക്രൂരനാക്കുന്നുണ്ടോ? ചില കനാനിയരെ അല്ലെങ്കിൽ ചില ദി ആമറൈറ്റ്സ് അതുപോലെ സംസ്കാരങ്ങൾ. അത് മാത്രമല്ല, ദൈവം നേരിട്ടും when you read about the great flood, അല്ലെ, ഉൽപ്പത്തി പുസ്തകം 6ാം അധ്യായത്തിൽ ഒരു ജലപ്രളയത്താൽ ദൈവം ഭൂമിയെ മുഴുവൻ അല്ലെങ്കിൽ അന്നത്തെ അറിയപ്പെടുന്ന ലോകത്തെ മുഴുവൻ ദൈവം he put to destruction. Sodom and Gomorrah completely was put to completely was destroyed. അപ്പോൾ ഈ പാസേജ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ദൈവം അങ്ങനെ ചെയ്തിട്ടുണ്ട്.
അത് ചില കോണ്ടെക്സ്റ്റിൽ ദൈവം ചില രാജ്യങ്ങളെ, ചില സൈന്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വാറിൽ കൂടെ, യുദ്ധത്തിൽ കൂടെ ദൈവം അത് he brought that to pass. Before I tell you more about the reason why God did it, ഇത് ഒരു ക്യാവിയാറ്റ് ഇവിടെ പറയണം. ഇതൊരു ഹോളി വാർ പോലല്ല. ഒന്ന്, ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ്സ് നോട്ട് ലൈക്ക് നാം ജിഹാദ് എന്നൊക്കെ പറയുന്ന പോലെ പലപ്പോഴും ബൈബിളിനെതിരെ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർ അതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഇത് ആ കാലഘട്ടത്തിൽ ആ സമൂഹത്തിന് വേണ്ടി മാത്രം കൊടുത്ത ചില പ്രിസ്ക്രിപ്ഷൻസ് ആണ്. ആ കാലഘട്ടത്തിൽ ആ ജിയോ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിൽ അവർ മറ്റ് രാഷ്ട്രങ്ങളുമായിട്ട് യുദ്ധത്തിന് പോകുമ്പോൾ അവർക്ക് കൊടുത്ത കമാൻഡ്മെൻറ്റ്സ് മാത്രമാണ്. അത് ഒരു ജനറൽ സെൻസിലുള്ള പ്രിസ്ക്രിപ്ഷൻസ് അല്ല, യൂണിവേഴ്സൽ ആയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻസ് അല്ല. സോ ഇറ്റ് വാസ് ടു പ്രൊട്ടക്ട് ദെയർ ഓൺ പീപ്പിൾ. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ നാം വളരെ ക്രൂരമായിട്ടാണ് കാണുന്നത്. അതായത് നമ്പേഴ്സ് 31 എല്ലാ ആൺതരികളെയും എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊന്നുകളയാൻ പറയുന്നു. പക്ഷേ when you think about it, that is how the cultures acted in that day. കാരണം യുദ്ധത്തിന് പോകുമ്പോൾ ഇന്നത്തെ ആധുനിക ഡെമോക്രസിയുടെയോ സോഷ്യൽ ജസ്റ്റിസിൻ്റെയോ ഒന്നും കോൺസെപ്റ്റ് ഒന്നില്ല. ആ യുദ്ധത്തിന് പോകുമ്പോൾ മറ്റ് എതിരായിട്ട് വരുന്ന ഗോത്രത്തെയോ അല്ലെങ്കിൽ ആ സമൂഹത്തെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യും. ഇന്ന് അവർ ആൺകുഞ്ഞുങ്ങളാണ്, നാളെ അവരൊരു വലിയ സൈന്യമായിട്ട് എഴുന്നേറ്റ് നിന്ന് they will seek vengeance against these people. അതുണ്ടാകാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യും? They would be completely wiped out. അത് കൊല്ലുന്നത് ആരാ? ദൈവമല്ല, കൊല്ലുന്നത് ഈ സൈന്യമാണ്, ഈ ആർമീസ് ആണ്. ദൈവം ആരെയും കൊല്ലുന്നില്ല. ഞാനിവിടെ that also needs to be stated as a philosophical caveat that the idea of murder, ദൈവം ആരെയും കൊല്ലുന്നില്ല, ദൈവം ജീവൻ എടുക്കുന്നതേ ഉള്ളൂ. എന്തുകൊണ്ടാണ് കൊല്ലുക എന്ന് പറയുന്നത്, മർഡർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് തെറ്റ്? ബിക്കോസ് when I kill a person or when I take the fist against a person, I am violating his sacred life which I did not grant to him. ഞാനല്ല ആ വ്യക്തിക്ക് ജീവൻ കൊടുക്കുന്നത്. പക്ഷെ ജീവൻ കൊടുക്കുന്ന ദൈവം അതൊരു ത്രൂ രോഗത്താലാണെങ്കിലും അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലാണെങ്കിലും നല്ല പ്രായത്തിൽ വന്ന് മരിക്കുന്ന ഒരു അമ്മച്ചിയാണെങ്കിലും അവരുടെ എല്ലാം ജീവൻ ദൈവം തിരിച്ചെടുക്കുന്നതേ ഉള്ളൂ. ദൈവം ആരെയും കൊല്ലുന്നില്ല. ആൻഡ് പർട്ടിക്കുലർലി ഇഫ് യങ് ചിൽഡ്രൻ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികളൊക്കെ മരിക്കുമ്പോൾ ഇൻ പ്രോപ്പർ ക്രിസ്ത്യൻ തിയോളജി their souls are with the Lord. അവരുടെ ഇറ്റേണിറ്റിയും നാം for those of us who believe in Christianity, we believe in these things. But coming back to the genocide context, God did command in many places to completely wipe out these people. ഇവിടെ പ്രശ്നമായിട്ട് ഉന്നയിക്കുന്നവര് സാധാരണ പ്രീസപ്പോസ് ചെയ്യുന്ന, അസ്യൂം ചെയ്യുന്ന ചില തെറ്റായ അസംഷൻസ് ഉണ്ട്. ആ അസംഷൻസ് once you address those assumptions, it will also be clear in your head as to what is really wrong with this allegation. One such presumption is that ഈ കൾച്ചേഴ്സ് ഒക്കെ ഇന്നസെൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ പാവപ്പെട്ടവരെ അല്ലെങ്കിൽ വെറുതെ ആർക്കും ഒരു ശല്യം ഉണ്ടാകാതിരുന്ന കനാനിയരിൽ പാർത്തുകൊണ്ടിരുന്നവരെ ഒരു കൂട്ടരെ മിസ്രൈമിൽ നിന്ന് അവരെ കൊണ്ടുവന്നിട്ട് അവരുടെ മുന്നിൽ ഒരു ഗോത്രദേവനെ പോലെ ഈ യാഹുവേ അവരിലൂടെ പ്രവർത്തിച്ച് ഈ പാവപ്പെട്ട കനാനിയരെ അവരുടെ ദേശത്ത് നിന്ന് they were driven away and they were killed. പക്ഷെ അങ്ങനെയാണോ? അല്ല. You can just note down these verses. You can read it later. Genesis 15 verse 13 to 16. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ അബ്രഹാമുമായിട്ട് ദൈവം ഒരു കവനന്റ് ചെയ്യുമ്പോൾ ദൈവം കൃത്യമായിട്ട് പറയുന്നുണ്ട്, നീ ഇവിടെ പരദേശിയെ പാർക്കുന്ന ഈ സ്ഥലത്തേക്ക് നിന്നെ തിരിച്ചു കൊണ്ടുവരും. ഇന്നല്ല, നാളെയല്ല, 4 ജനറേഷൻസ് കഴിഞ്ഞിട്ട് they will come to this land. എന്തുകൊണ്ടാണ് 4 ജനറേഷൻസ്? Why wait for 4 generations? ദൈവം തന്നെ അവിടെ പറയുന്ന വാക്കുകൾ verse 16, your people shall come back here in the 4th generation, for the iniquity of the Amorites is not yet complete. അതായത് കനാനിയരുടെ ഇനിക്വിറ്റി, അവരുടെ പാപങ്ങൾ, അവരുടെ ലംഘനങ്ങൾ അതിന്റെ ഫുൾ മെഷറിലേക്ക് എത്തിയില്ല. അത് എത്തുമ്പോഴാണ് അവരെ ഞാൻ ന്യായം വിധിക്കുന്നത്. ആ ന്യായം വിധിക്കുവാൻ വേണ്ടി ദൈവം ഈ ജനത്തെ ഉപയോഗിച്ചു എന്ന് മാത്രം. ഇസ്രായേൽ ജനത്തെ അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് വരുന്ന ജനത്തെ ഈ കനാനിയരുടെ പാപം പെരുകി, they were on the road to self destruction. അവിടെയാണ് ദൈവം ഇടപെടുന്നത്. ഞാൻ പറയട്ടെ, ഈ ഫ്ലഡ് ആണെങ്കിലും, when you talk about the great flood or when you talk about passages like these, God was intervening to prevent self destruction of humanity. When you talk about the flood, for example,
ഈ പർട്ടിക്കുലർ ഇൻസിഡൻറ്റ് മറ്റ് പല മിത്തോളജീസിലും നമുക്ക് കാണുവാൻ കഴിയും. അത് പലപ്പോഴും ഏത്തിസ്റ്റുകളൊക്കെ കോട്ട് ചെയ്യുമ്പോഴത്തേന് അവിടെ നിന്ന് ബൈബിൾ കോപ്പി അടിച്ചതാണ് ഒക്കെയുള്ള വാദങ്ങളും ഉന്നയിക്കാറുണ്ട്. പക്ഷേ അങ്ങനെയല്ല. ബൈ ദ ക്രൈറ്റീരിയ ഓഫ് മൾട്ടിപ്പിൾ അറ്റസ്റ്റേഷൻ, ഒരു ചരിത്രത്തിലുള്ള സംഭവം നടന്നു എന്ന് നാം തെളിയിക്കുന്നത് ഒന്നിലധികം എഴുത്തുകൾ അതിനെപ്പറ്റി മെൻഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സംഭവം യാഥാർത്ഥ്യമാണ്, അത് ചരിത്രത്തിൽ നടന്നു എന്ന് തന്നെ നാം അംഗീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്നിലധികം എഴുത്തുകളിൽ, ബൈബിളിൽ മാത്രമല്ല, ബൈബിള് മറ്റ് മിത്തോളജീസ്, ഗിൽഗമേഷ് പോലുള്ള മറ്റ് മിത്തോളജീസിലും ഒരു വലിയ ജലപ്രളയം നടന്നു എന്ന കാര്യത്തിൽ അവർ അംഗീകരിക്കുന്നു. പക്ഷെ അവരെല്ലാം കൊടുക്കുന്ന വ്യാഖ്യാനം ദൈവങ്ങൾ മനുഷ്യരുടെ ശബ്ദം കേട്ടിട്ടും മനുഷ്യരുടെ നോയ്സ് കാരണം അവർ they were disturbed, അതുകൊണ്ട് അവരുടെ ഒരു രസത്തിന് വേണ്ടി എല്ലാവരെയും കൊന്നു കളഞ്ഞെന്ന്. ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഇന്നത്തെ ഹിസ്റ്റോറിയൻസ്, ക്രിസ്റ്റീൻ ഹെയ്സ് പോലുള്ളവർ, അവർ ക്രിസ്ത്യാനികളല്ല, പക്ഷെ അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്, അന്നത്തെ പല സംസ്കാരങ്ങളിലും ഈ ജലപ്രളയത്തെ പറ്റി പറയുമ്പോൾ അവിടുത്തെ ദൈവങ്ങൾ അവരുടെ ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയാണ് കൊന്നൊടുക്കിയത്. പക്ഷേ ബൈബിളിൽ ആദ്യമായിട്ടാണ് ഒരു ജസ്റ്റ് ആൻഡ് റൈച്ചസ് ഗോഡ് മനുഷ്യരുടെ ഇടയിൽ നടക്കുന്ന വിക്കറ്റ്നെസ് കണ്ടിട്ട്, ഇൻജസ്റ്റിസ് കണ്ടിട്ട് അവർ സ്വയം നശിക്കാൻ പോകുമ്പോൾ, ഹ്യൂമാനിറ്റി കംപ്ലീറ്റ്ലി സെൽഫ് ഡിസ്ട്രക്ട് ആകാൻ പോകുന്നത് കണ്ടിട്ട് ഇന്റർവീൻ ചെയ്യുന്ന ജസ്റ്റ്, മോറലി അപ്രൈറ്റ്, റൈച്ചസ് ആയിട്ടുള്ള ഒരു ദൈവത്തെയാണ് നാം ആ ഫ്ലഡ് സ്റ്റോറിയിൽ കാണുന്നത്. റൈച്ചസ് ആയിട്ടുള്ള നോവയെയും അല്ലെങ്കിൽ നോവയുടെ ഫാമിലിയെ സേവ് ചെയ്തുകൊണ്ട് ബാക്കി വിക്കറ്റ്നെസ്സിനെ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്യുന്ന ദൈവം. സോ ദാറ്റ് എക്സാക്ട്ലി ഈസ് the way you should read the complete destruction of certain cultures through these passages that are apparent instances of genocide. So in the Canaanite context, ആരായിരുന്നു ഈ കനാനിയർ എന്ന് പറയുന്നത്? നാം ചിന്തിക്കാവുന്നതിലും ഏറ്റവും അധികം മൃഗീയമായ പല പ്രാക്ടീസസും നിലനിന്നിരുന്ന സ്ഥലമായിരുന്നു ദ ലാൻഡ് ഓഫ് ദ കേനനൈറ്റ്സ്. ചൈൽഡ് സാക്രിഫൈസ്, സ്വന്തം കുട്ടികളെ മോളേക്ക് എന്ന ദേവന് യാഗം കഴിക്കുന്ന പോലത്തെ പ്രാക്ടീസസ്, മൃഗീയത, ബിസ്റ്റാലിറ്റി, ഓർ ഹാവിങ് സെക്സ് വിത്ത് ആനിമൽസ്. ബാൽ ദേവൻ എന്ന് പറയുന്ന ആ ബാൽ ദേവന്റെ കഥകളൊക്കെ നാം വായിക്കുമ്പോഴത്തേന് he used to have sexual relations with goats and horses. So bestiality, child sacrifice, cult prostitution, അതായത് നമ്മുടെ ഇന്ത്യയിലും ദേവദാസി കൾച്ചറിനെ പറ്റിയൊക്കെ നമുക്കറിയാം. ടെമ്പിൾ പ്രോസ്റ്റിറ്റ്യൂട്ട്സ്, അത്രയും കൾച്ചേഴ്സ് ഒക്കെ അല്ലെങ്കിൽ അത്രയും പ്രാക്ടീസസ് ഒക്കെ നിലനിന്നിരുന്ന കൾച്ചേഴ്സ് ആയിരുന്നു ഇവയൊക്കെ. അങ്ങനത്തെ കൾച്ചേഴ്സിൻ്റെ എക്സ്ട്രീം ബ്രുട്ടാലിറ്റി, എക്സ്ട്രീം വിക്കറ്റ്നെസ് അവരുടെ ഇടയിൽ വർദ്ധിച്ചപ്പോഴാണ് ദൈവം അവരെ ന്യായം വിധിച്ചത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ബിബ്ലിക്കൽ സ്കോളറും ഹിസ്റ്റോറിയൻ ആയിരിക്കുന്ന ജോൺ ഡേ, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ, ഇൻ ഫാക്ട് വി ഹാവ് ഇൻഡിപെൻഡന്റ് എവിഡൻസ് that child sacrifice was practiced in Canaanite world from many classical sources, Punic inscriptions and archaeological evidence, as well as Egyptian depictions of the ritual occurring in Syria, Palestine. UCLA സ്കോളർ ആയിരിക്കുന്ന ഷെലി ബ്രൗണിന്റെ വാക്കുകൾ, no other ancient people however regularly chose to sacrifice their children as the Canaanites. അത്രയധികം അതിൻ്റെ വിവരണങ്ങളൊക്കെ നാം പുരാതനമായ സോഴ്സസിൽ വായിക്കുമ്പോൾ ഈ കുഞ്ഞുകുട്ടികളെ അവർ യാഗം കഴിക്കുമ്പോഴത്തേന് അവരവരുടെ ചുറ്റിനും കിടന്ന് they would cry out praises to മോളേക്ക് എന്ന അണ്ടർവേൾഡ് കേനനൈറ്റ് ഡീറ്റിക്ക് ഈ കുഞ്ഞുങ്ങളെ യാഗം കഴിക്കുമ്പോൾ they would sing their praises that the cry of these children will not be heard. ആ രീതിയിൽ വളരെ മൃഗീയമായിട്ട് പല മ്ലേച്ഛമായ പ്രവണതകളും നിലനിന്നിരുന്ന ഈ സമൂഹത്തെയാണ് ദൈവം ന്യായം വിധിച്ചത്. ഞാൻ പറയട്ടെ, ഇസ്രായേൽ ജനം പിൽക്കാലത്ത് ഇതേ പാപങ്ങൾ ആവർത്തിച്ചപ്പോൾ ഒരു ഗോത്രീയ ദേവനായിരുന്നെങ്കിൽ, ഗോത്രീയ ദേവത്തിൻ്റെ സങ്കല്പത്തിൽ തന്നെ എത്ര മ്ലേച്ഛത അവരുടെ ആ ഗോത്രത്തിൽ പെരുകിയാൽ പോലും ഗോത്രീയ ദേവന്മാർ, when you study in history, their whole idea was to protect these people. പക്ഷേ ബൈബിളിൽ നാം പിന്നീട് when you read through the prophets, ഇവരെ ഉപയോഗിച്ച് എങ്ങനെയാണോ മറ്റ് സംസ്കാരങ്ങളെ നശിപ്പിച്ചത്, അതുപോലെ തന്നെ അസീരിയൻ ആർമിയെയും ബാബിലോണിയൻ ആർമിയും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് God also judged these people. So this all shows
the righteousness, the justice of God. Let me wind up by saying this. പുതിയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ യേശു ക്രിസ്തു അതേ യാഹ്വയുടെ പ്രത്യക്ഷ രൂപമായിട്ടാണ് നിൽക്കുന്നത്. The very word means that Yahweh saves. യാഹ്വേ സേവ്സ്. യാഹ്വേ എന്ന നാമം യഹൂദന്മാർ ഒരിക്കലും അവരുടെ നാവിൽ പോലും ഉച്ചരിക്കാറില്ലായിരുന്നു. പക്ഷേ പുതിയ നിയമത്തിൽ നാം വായിക്കുന്നത് there is only one name to be saved. ആ വാക്ക് നമ്മുടെ നാവിൽ we have to confess with our mouth that name, Jesus is Lord. And referring to the Old Testament, അതേ ഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കുന്ന എന്ന പാസേജ് എടുത്തിട്ട് it is applied to Christ. In other words, in conclusion, the very God of the Old Testament revealed himself in flesh in the person of Jesus Christ, and that God, full of compassion and mercy, dwelt amongst us. So when you read it together, when you place it together, only then you get the complete full picture of God, who God really is. May God bless you with these words.